ഗായ്സ്, നമ്മുടെ പുതിയ AKMCയുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. AKMCയുടെ പുതിയ നമ്മുടെ AKMCയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫാംസ് എല്ലാം കാണിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ ഇതിൻ്റെ ബേസ് ഒരു കാര്യം ചെയ്ത് തൽക്കാലം നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഇല്ലാതായിരിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്കാം. ഹാപ്പി കസിന് നല്ല ശബ്ദം. ഇവനാണ് ഹസ്തലവിസ്ത. പിന്നെ ഇതിൻ്റെ ക്രോപ്പ് ചെയ്യുന്ന സ്ഥലം, പിന്നെ ഫാം, ക്രോപ്പ് ഫാം. അതുപോലെ പിന്നെ ചെറിയൊരു സ്റ്റോറേജിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്യണം. പിന്നെ ഇത് മിക്ക സർവേഴ്സിലുണ്ട്. ഇത് ഇതാണ് നെതർ സ്റ്റാർ. നമുക്കിപ്പോൾ ഒന്ന് ഇതാക്കണം. ഇതാണ് നെതർ സ്റ്റാർ. നമുക്കിപ്പം ബീക്കണാക്കാം, നമുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ 2 വില്ലേജസ്. ഇവന്മാരെ തട്ടിക്കളയാൻ സമയമായി. കാര്യം ഇവന്മാർ മറ്റേ ഇത് തപ്പാൻ വേണ്ടി വന്നതിൻ്റെ വരുന്നത് ബുട്ട്ലേമേഷനില്ല, ആൻഷ്യൻ്റ് സിറ്റിയുടെ ഇതിന്ന് കിട്ടും തോന്നുന്നു. അത് കിട്ടാൻ വേണ്ടി വന്നേ അതും കിട്ടിയില്ല. ഇവന്മാർ നേരെയായിട്ട് കുറേ നോക്കി, കുറേ ഇത് പോയിട്ടേ ഉള്ളൂ. എന്താണ് എമറാൾഡ്, 1 ഒബ്സിഡിയൻ. പിന്നെ ചെയ്യാം. പിന്നെ ഇതെൻ്റെ വീട്. പിന്നെ പുറത്തേക്ക് പോയി കാണിച്ചത്. പിന്നെ ഇതുണ്ട്, അത് കണ്ട, അത് വർക്കാവത്തില്ല. ഇത് മോക്ക് ഫാം വർക്കാവത്തില്ല. പിന്നെ ഇത് കോൺഫിഡൻസ് ആളെ കാണിച്ചു തരാം. അത് ബക്കടിച്ച്. ഓക്കെ, ഇത് കോൺഫിഡൻസ് ആണ്. എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെറും കൈയോടെ ചുമ്മാ റൈറ്റ് ക്ലിക്കണം, അല്ലെങ്കിൽ /സിറ്റ് കൊടുക്കണം. കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ മേളിൽ വന്ന് /സിറ്റ് അങ്ങ് കൊടുത്ത് കണ്ട ഇരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് അല്ലാതെയും ചെയ്യാം. വെറും കൈയോടെ. ചുമ്മാ ഒന്നും ഉണ്ടാക്കിയില്ല ഇത്. പിന്നെ നമ്മുടെ ബീക്കൺ, നമ്മുടെ ബ്രീഡർ, പിന്നെ അപ്പുറത്ത് വേറെ 2 യൂണിറ്റുണ്ട്. പിന്നെ എൻ്റെ സൂപ്പർ സ്മെൽറ്റർ, ഇത് ബ്രീഡ്. ഇവിടെയാണ് കണക്ഷൻ വരിക. അങ്ങോട്ട് ഇറങ്ങിയ കുറേമാരുണ്ട് ഇപ്പോഴും. കുറേമാർ ഇപ്പോഴും പുറത്ത് കിടക്കുന്നുണ്ട്. അത് ഇവിടെ ഇതില്ല, നാട്ടിലെങ്കിലോട്ടെ. ഇത് എന്തുവാണ് സൂപ്പർ സ്മെൽറ്റർ. പിന്നെ ഇത് എൻ്റെ ഷുഗർ കെയിൻ ഫാം. ഇടയ്ക്ക് ബ്രോക്കാവും, അതേപോലെ ഇപ്പോൾ ബ്രോക്കായിരിക്കും. അതിപ്പോൾ റെഡിയാക്കാം. എനിക്കത് റെഡിയാക്കാൻ വേണ്ടി പാർക്കൂർ വേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ ഒരു പിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ ഒന്നിതായി പോയി. എന്തോ ഇത് പോയോ? പോയില്ലേ. എനിക്കൊന്നും വേണം. ഓക്കെ, 2 പാമ്പ് കൂട്ടി. ഇതൊന്ന് മാക്സിമം ഞാൻ ഇവിടെ നിന്ന് നട്ട് വെച്ചിട്ട് ഇതാവും. 1 hour later. ഓക്കെ, സെറ്റ്. പിന്നെ കാണിച്ചിട്ട് പിന്നെ അത് നമ്മുടെ അർജുൻ ഗെയിമറിൻ്റെ ഇല്ല. അർജുൻ ഗെയിമറിന് അറിയാത്തൊരു അടുത്ത വീഡിയോ നമുക്ക് അർജുൻ ഗെയിമറെ കൊണ്ടുവരാൻ നോക്കാം. വരുന്നറിയില്ല.
ഇനി ഇത് അർജുൻ ഗെയിമറിൻ്റെ ഹാപ്പി കാസ്റ്റ്. പിന്നെ ഇത് വെച്ചിരിക്കുന്ന ഗ്രീൻ സ്ക്രീൻ വേണ്ടായിരുന്നു, ഗ്രീൻ സ്ക്രീന്. പിന്നെ ഇതെൻ്റെ ഓട്ടോമാറ്റിക് ഷീപ്പ് ഫാം കാണിച്ചു തരാം. നല്ല എഫിഷ്യൻ്റ് ആയിരുന്നു. കുറച്ചൊക്കെ ഞാൻ അടിയിൽ കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട്. നല്ല എഫിഷ്യൻ്റ് ആയിരുന്നു. കണ്ട അത്യാവശ്യമൊക്കെ എഫിഷ്യൻ്റാണ്. പിന്നെ നമുക്ക് ഇത് മറ്റേ ഇതായിരുന്നു സ്നോ ഫാം അറിയാലോ. പിന്നെ നമ്മുടെ ഗ്രീപ്പർ ഫാം ഉണ്ട് അപ്പുറത്ത്, അത് ഞാൻ ചെന്നിപ്പോൾ കാണിച്ചു തരാം. /home ഗ്രീപ്പർ ഗ്രീപ്പർ ഫാം ഉണ്ട്. പക്ഷേ ഇത് 1.21 ആയിരുന്നു. ഉണ്ടാക്കിയത് മണ്ടത്തരമായിപ്പോയി. അപ്പോൾ ഇത് വർക്കാവത്തില്ല. പിന്നെ നമ്മുടെ ഒമൈൻ ഫാം കാണിച്ചു /home/ഒമൈൻ. എനിക്കിതുണ്ട് അസ്ട്രോയിഡ് എന്ന് പറഞ്ഞ ആ റാങ്കുകളുണ്ട്. എനിക്ക് 9 വീടുകളുണ്ട്. അയ്യോ ഇപ്പം അത് പൊട്ടിച്ചത്. നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഡാം ഇത്രയും കുറവെന്ന്. എനിക്ക് ഫെദർ ഫാളിങ് ഉണ്ട്. പിന്നെ ഇതിൽ അധികം PvP ഒന്നും ഇല്ല. വല്ലപ്പോഴും /PvP അടിച്ച് നമുക്ക് PvP ചെയ്യാം. ഇതൊരു അനാർക്കി സെർവറല്ല, ഒരു SMB സെർവറാണ്. എൻ്റെ കയ്യിൽ നിന്ന് കുറേ വാങ്ങും. നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നാടാ /home റെയ്ഡ് കാണിച്ചു തരാം. റെയ്ഡ് ഫാം. എനിക്കിപ്പോൾ റെയ്ഡ് വിളിക്കണമെന്ന് വിളിക്കാൻ വയ്യ. പോകാൻ പറയാം. ഈ റെയ്ഡ് ഫാം ഇവിടെ ഇത് വെച്ചേക്കാം. പിന്നെ ഒന്ന് റെയ്ഡ് വിളിക്കാം. എനിക്കിപ്പോൾ മടിയാണ് റെയ്ഡ് വിളിക്കാൻ. എനിക്ക് അത്യാവശ്യം ഇവിടെ ടോട്ടം വിളിക്കും. അതവിടെ ടോട്ടം വെക്കുന്നതാണ്. ടോട്ടം സ്ലോട്ട് ടോട്ടം വേണം. ഒരു ടോട്ടം വിളിച്ചേക്കാം. അയ്യോ അതിങ്ങോട്ടൊന്ന് ഞാൻ ഇൻവെൻട്രിയിലേക്ക് വിളിച്ചായിരുന്നു. നീ പോണം, നിന്നെ ആലോചിച്ചു. ഓക്കെ എനിക്ക് അത്യാവശ്യം ഇവിടെ നിന്ന് നല്ലതൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഒരു റൈഡ് വിളിച്ചതിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒറ്റൊരു റൈഡ് വിളിച്ചത്. പിന്നെ /home എന്നടിച്ചാൽ ഞാൻ ബ്ലാ കാണിച്ചില്ലല്ലേ. ചുമ്മാ ഷോർട്ട് ഫോം എന്ന് വെച്ചാണ് ബ്ലേസ് ഫാമല്ല, ബ്ലേസൊക്കെ ഇതാക്കുന്ന സ്ഥലം. പിന്നെ ഹായ്. പിന്നെ ഞാനെങ്ങനെ ഇത്രയും പെട്ടെന്ന് നെതറേറ്റ് ആയെന്ന് നിങ്ങൾക്കൊരു സംശയം കാണത്തില്ലേ? നെതറേറ്റ് ആവാൻ കാരണം ഞാനൊരു 2-3 മാസമായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന സർവറാണ്. ഓ മൈ ഗാഡ്. എടാ കുട്ടുമോനെ ഒന്ന് വന്നടാ ഇറങ്ങി. അയ്യോ നോട്ട് ബാക്ക് ഉണ്ടായിരുന്നടാ. കുട്ടുമോൻ തറയിലേക്ക് പോയി. എടാ കുട്ടുമോനെ. കുട്ടുമോൻ പോയി. ഷടാ കുട്ടുമോൻ്റെ സ്കള്ളും പോയി. ഞാനൊരു നേരം നമുക്കിനി /home അടിച്ചാൽ എൻഡ് പോയാൽ ഒന്ന് പോടാ. എൻഡ് പോർട്ടൽ ബട്ട് എൻഡ് ഓപ്പൺ ആയിട്ടില്ല. അത് കാരണം ഇത് ഞാനൊന്ന് ഗെയിം റെലാനെന്ന് പറഞ്ഞ ഞാൻ ക്രാക്കഡ് സ്റ്റോണിലൊക്കെ കിട്ടുമായിരുന്നു. കിടക്കട്ടെ. ഗെയിമർ റെലാനെന്ന് പറഞ്ഞ ഒരാളുടെ അടുത്തേക്ക് TP അടിച്ചപ്പോൾ ഇത് കിട്ടി. പക്ഷേ എന്നിട്ടും ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ ഗെയിമർ റെലാനെ വാങ്ങിച്ചു വെച്ചിരിക്കുക.
ഓക്കെ. ഓക്കെ, ഇവിടെ കുറച്ച് ഇൻഫെക്റ്റഡ് സ്റ്റോൺ ഉണ്ട്, അത് നമ്മളൊന്ന് മൈൻഡ് ചെയ്തെടുക്കട്ടെ. ഓക്കെ, ഇനി എൻ്റെ സ്ലാഷ് ഹോം അടിച്ചാൽ ഒമൈൻ എൻ്റെ കഴിഞ്ഞിട്ട് MC കാണിച്ചു, ഒമൈൻ കാണിച്ചു, റെയ്ഡ് കാണിച്ചു, ട്രയൽ ട്രയൽ ചെയ്യട്ടെ. ജീപ്പനാതെ ഇതിൻ്റെ മേലേക്ക് ഇവിടെ കൊച്ചിച്ചക്ക അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബ്ലോക്ക് ഫ്രണ്ടിലും വെച്ചിട്ട് ഇതേപോലെ ഇതാക്കണം, എന്നിട്ട് ഇതേപോലെ അടക്കണം. ഇതിൻ്റെ ചെറിയൊരു ബ്ലേസ് ഫാമാണ്, 2 ബ്ലേസ് മതി, എനിക്കൊരു 8 കിട്ടും മിനിമം. ഇപ്പോൾ ഒരു ബ്ലേസ് മതി സ്പോണം, അതാണ് ഇവനും കൂട്ടി തീർത്താൽ എൻ്റെ ഈ റൈഡ് കഴിഞ്ഞു. ഇതൊരു ഒരു കൊച്ചു ബ്ലേസ് ഫാമാണ് ഞാൻ ഉണ്ടാക്കിയ. 10 വന്നിട്ടുണ്ട്. അതെല്ലാം കൂട്ടൊന്നാക്കുമ്പോൾ 40 കിട്ടും. സ്ലാഷ് ഹോം അടിച്ചാൽ ഒമയും കഴിഞ്ഞ് റൈഡും കഴിഞ്ഞ് ട്രയലും കഴിഞ്ഞ് വാർ സ്ഥലം മീൻസ് യെസ് ദി വാർഡൻ. ഇതൊരു വാർഡനെ ഞാൻ വിളിച്ച് ഇങ്ങോട്ട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പിന്നെ ഡാർക്ക് ഫ്യൂരി എന്ന് പറഞ്ഞ ഒരു ബ്രോയും പിന്നെ വേറെ ഇതിൻ്റെ അകത്ത് പോയി കടയോട് ഗെയിമിംഗ് പറഞ്ഞ ബ്രോ എല്ലാവരും കൂട്ടി ഇതിൻ്റെ അകത്ത് വാർഡന് 3-4 തവണ കൊന്നു. അതിൻ്റെയാണ് ഇവിടെ പോയി താണ്ടിയത്. ഇതുമായിട്ടും മറ്റേ ഇത് കിട്ടില്ല, ഹെഡ് കിട്ടില്ല വാർഡൻ്റെ. ഓക്കെ, നമ്മൾ സ്ലാഷ് ഹോം കൊടുക്കുമ്പോൾ വാറ് കഴിഞ്ഞിട്ട് ഇത് സോംബി സ്പോണർ ഉള്ളതുകൊണ്ട് അത് വിടും. ഓക്കെ, സ്ലാഷ് ഹോം MC കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിരിക്കുന്ന ഈ നെതർ സ്റ്റാർ നമുക്ക് ഇതാക്കണം, ബീക്കണാക്കണം. ഞാൻ എൻ്റെ ഇൻവെൻട്രി ഒന്ന് ക്ലീൻ ആക്കി ഇതാവാം. ഓക്കെ, ഇൻവെൻട്രി ക്ലീൻ ആക്കി അതിനുള്ള സാധനങ്ങൾ എടുത്ത്. ഗ്ലാസ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഡാർക്ക് ഫ്യൂരി കുറേ കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു. അതിനൊരു സ്റ്റാക്ക് എടുത്ത് ഡാർക്ക് ഫ്യൂരി കൊണ്ടുവന്ന് തന്നതാണ് ഞാനെടുത്ത്. പിന്നെ ഇത് വെച്ച് ഒരു ബീക്കൺ ക്രിയേറ്റ് അല്ല ഒരു സാധനം എടുക്കാൻ പറഞ്ഞു. സ്ലാഷ് ഹോം റെയ്ഡ് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് എമറാൾഡ് എടുക്കണം, എന്നാലേ ബീക്കൺ ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു സാധനം ആവത്തുള്ളൂ. ബീക്കൺ ആക്ടിവേറ്റ് ചെയ്യാൻ കുറച്ചധികം എമറാൾഡ് വേണം, ഇല്ലെങ്കിൽ നമുക്ക് അയൺ എടുക്കണം. ഒരു എമറാൾഡ് ഉണ്ട്, അതവിടെ കിടക്കണം, എന്നാലേ അവന്മാർക്ക് സോർട്ട് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. സ്ലാഷ് ഹോം MC കൊടുത്തിട്ട് ബാക്കിരിക്കുന്ന ഈ ക്രാഫ്റ്റിൻ്റെ വഴി അങ്ങോട്ട് തന്നെ വെച്ച് ഇതും അങ്ങോട്ട് വെച്ച് ഒരു 7 ഇതിനെക്കാട്ടിലും കൂടുതൽ ഇനി വേണമെങ്കിൽ ഞാൻ കുറച്ച് അയൺ തറയിട്ടുണ്ട്, അതെടുക്കാം. ബാക്കി കുറച്ച് അയൺ ഇരിപ്പുണ്ട്, കുറച്ചധികം അയൺ ഇരിപ്പുണ്ട്. അത് നമുക്ക് അയൺ ബ്ലോക്ക് ഒരു സ്റ്റാക്കും 4 കിടപ്പുണ്ട്, അത് വേറെ ആൾക്കാർ എനിക്ക് കൊണ്ടുവന്ന് തന്നായിരുന്നു. പിന്നെ ജമ്പ് ബൂസ്റ്റിൻ്റെ മാത്രമേ എനിക്ക് ഇത് വേണം. നമുക്ക് അയൺ വെക്കാം, സ്പീഡിൻ്റെ അത് ഏറ്റവും നല്ലത്. സ്പീഡിൻ്റെ അയൺ വെക്കാം. സ്പീഡിൻ്റെ അയൺ അടിയിലേക്ക് പോവാം. ഞാൻ ഇതാക്കി വെച്ചിട്ട് ഞാനൊന്ന് അയണം എടുക്കട്ടെ, അത് കാണാൻ. പുറത്തും കൂട്ടി വെച്ച് 2 ബീക്കം വെച്ച് 2 ബീക്കം ഇതാക്കി വെക്കാൻ പറ്റത്തില്ല. ഇതേപോലെ പറ്റില്ല, നോക്കട്ടെ. പറ്റിയാൽ മതിയായിരുന്നു. എന്നിട്ടൊരു സ്പീഡും വെക്കണം.
അയ്യോ 31 ഉള്ളായിരുന്നു. ഇവിടെ കുറച്ച് വെച്ചായിരുന്നു. ഇവിടെ ഒരെണ്ണം. അയ്യോ ഇതില്ല എമറാൾഡ് ബോക്സിനൊക്കെ ഇതൊരെണ്ണം വെച്ചിട്ട് ഇത് 3 ഇവിടെ. അത് ഇത് 3 ഇവിടെ. ഇവിടെ 2 ഇനി ഇതിങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് അയ്യോ ഇവിടെ ഒരെണ്ണം വെച്ച് സ്പീഡും കൊടുത്ത് പവറിട്ടില്ല. ഇപ്പം നമ്മുടെ ബേസിൽ നിന്നാൽ അപ്പുറത്ത് പോയാൽ കിട്ടത്തില്ല, പക്ഷേ ഇവിടെ എവിടെയെങ്കിലും അടുത്തെല്ലാം നിന്നാൽ കിട്ടും. കണ്ടു ഇവിടെ കുമ്മാല് കൊള്ളാം, എന്നാലും അത്യാവശ്യം കൊള്ളാം. ഇവിടെയും വെച്ചില്ലല്ലോ. കണ്ടോ ഇപ്പോൾ റെഡി ആയത്? കണ്ടോ പൊളിയല്ലേ? സെക്കൻഡറി പോവാം. ഓക്കെ, സെറ്റ്. അപ്പം നമ്മുടെ ഈ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് ഇത്രയേ വരെയുള്ളൂ. അപ്പം അടുത്ത വീഡിയോ അർജുൻ ഗെയിമറായിട്ട് കാണാം. ബൈ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ. ബൈ.